നമസ്കാരം. സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഒരു തത്സമയ വാർത്തയിലേക്ക് നിങ്ങളെവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജഡായു ടൂറിസത്തിൽ തൊഴിലാളികൾ ഇന്ന് 16-ാം തീയതി അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു. ശമ്പള പരിഷ്കരണം നടപ്പാക്കണം, അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കണം എന്ന് പറഞ്ഞ ആണ് സമരം പ്രഖ്യാപിച്ചത്. എന്നാൽ ആ സമരം ഇന്നലെ ഒത്തുതീർപ്പായി. ആ സമരത്തിൽ തൊഴിലാളികളെ ആ സമരത്തിൻ്റെ ഒത്തുതീർപ്പിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംയുക്ത സമരസമിതി വിശദീകരിക്കുന്നതിലേക്കുള്ള തത്സമയത്തിലേക്കാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ഏവർക്കും ഒരു ശുഭദിനം. നേതൃത്വം നടത്തിയ ചർച്ചയിലാണ് തൊഴിലാളികളുടെ വേതന വ്യവസ്ഥകളടക്കം നിശ്ചയിക്കപ്പെട്ട മാനേജ്മെന്റ് ഈ ഒരു തലത്തിലേക്ക് എത്തപ്പെട്ടത്. ബഹുമാനപ്പെട്ട തൊഴിലാളികളെ, സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ജനുവരി മാസം ആണ് നമ്മൾ നോട്ടീസ് കൊടുക്കുന്നത്. നോട്ടീസ് കൊടുത്ത് ഒരു മാസമായതിനു ശേഷവും ഈ മാനേജ്മെന്റ് ഒരു കാരണവശാലും ഈ സമരത്തെ ഈ ഡിമാൻഡുകൾ, ന്യായമായ ഡിമാൻഡുകൾ കൊടുത്തിട്ട് പോലും ചർച്ചയ്ക്ക് പോലും വിളിക്കാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഫെബ്രുവരി മാസം 11-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവും എന്ന് കാണിച്ചുകൊണ്ട് മാനേജ്മെന്റിന് ലഭിച്ചു. അതിന്റെ സാഹചര്യത്തിലാണ് DLO കളക്ടർ നിർദ്ദേശപ്രകാരം ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയ്ക്ക് മാനേജ്മെന്റ് 13-ാം തീയതി പങ്കെടുക്കാത്തൊരവസ്ഥ വന്നു. തുടർന്ന് അവരെ കൂടെ സമയം കണ്ടെത്തിക്കൊണ്ടാണ് വീണ്ടും 17-ാം തീയതി DLOയുടെ സ്ഥാനത്ത് ചർച്ച വെച്ചിട്ടും ആ ഒരു മാനേജ്മെന്റ് പങ്കെടുക്കുകയില്ല. അത് കഴിഞ്ഞാണ് നമ്മൾ പിന്നെ വീണ്ടും നോട്ടീസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 11-ാം തീയതി മുതൽ പണിമുടക്കാനിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഈ സ്ഥലത്തിന്റെ ഉടമയായിട്ടുള്ള ഡോക്ടർ ജയകുമാറുമായി ബന്ധപ്പെട്ട് ഇവിടെ ചില വിഷയങ്ങൾ വന്നു. വീണ്ടും RDOയുടെ സ്ഥാനത്ത് ചർച്ചയ്ക്ക് വെച്ചപ്പോൾ നമ്മളവിടെ, ഞാനും വിമൽ സാറും നമ്മളെല്ലാം പോയിട്ട് അവിടെ ഈ വിഷയം കൂടെ ചർച്ച ചെയ്യണം. അത് പോലീസ് അധികാരികളും RDO ഉൾപ്പെടെ അത് കൃത്യമായും ഇന്നലെ 15-ാം തീയതി ചർച്ച ചെയ്യാം. ഇതിനിടയ്ക്ക് പല ബന്ധപ്പെടലും നമ്മൾ മാനേജ്മെന്റുമായി നടത്തി, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് എല്ലാം സംസാരിച്ചിട്ടും ഒരു കാരണവശാലും അവരേക്ക് വന്നിപ്പോൾ അവസാനത്തെ എഗ്രിമെന്റിൽ ഒരു മാസം 49 രൂപയാണ് വർധനവ് വരുത്തിയിട്ടുള്ളത്. നമ്മൾ ആ കാര്യത്തിൽ വളരെ ഇന്ന് മുതൽ അനിശ്ചിതകാല സമരം എന്ന നിലയ്ക്ക് വലിയ ഒരു തൊഴിലാളികളെ ന്യായമായ ആവശ്യം അംഗീകരിച്ചേ പറ്റൂ എന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും ഒരു കാരണവശാലും നമ്മൾ വെച്ച ഡിമാൻഡിന്റെ പകുതി പോലും വരാത്ത രീതിയിലാണ് നമ്മൾ ഈ എഗ്രിമെന്റ് ഇപ്പം അംഗീകരിച്ചിട്ടില്ല. അത് നിങ്ങളുമായിട്ട് എല്ലാവരും കൂടെ ആലോചിച്ചതിന് ശേഷം എഗ്രിമെന്റ് ഉണ്ടാക്കി ഉൾപ്പെടുന്ന അവസ്ഥയിലേക്ക് യൂണിയൻ കയറുന്നത്. ഇവിടുത്തെ മാനേജ്മെന്റ് ഒരു കാരണവശാലും ഇവിടെ നമുക്കറിയാല് ഒരു മാസം വന്ന് ഇവിടെ ഒപ്പിട്ടിട്ട് തിരിച്ചു പോകുന്നതിന് 5 ലക്ഷം 6 ലക്ഷം രൂപ കൊടുത്താലും തൊഴിലാളികൾക്ക് 1 രൂപ മാറ്റി കൊടുക്കാത്തൊരവസ്ഥ. പക്ഷേ RDOയും അതോടൊപ്പം തന്നെ പോലീസ് അധികാരികളും വലിയൊരു നിലപാട്, നമ്മളോട് സഹായിക്കുന്ന നിലപാട് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ആണുങ്ങൾക്ക് 1600 രൂപ, അതോടൊപ്പം തന്നെ സ്ത്രീ ആയിട്ടുള്ള സെക്യൂരിറ്റിക്കാർക്ക് 1000 രൂപയും മറ്റൊക്കെ 1600 ഹൗസ് കീപ്പിംഗുകാർക്ക്. അവർക്കിപ്പോൾ കഴിഞ്ഞ 8 മാസം മുമ്പ് നമ്മൾ ചർച്ച നടത്തി കൂലി വർദ്ധിപ്പിച്ചാണ്. കൂല എന്നുള്ള കടുത്ത നിലപാടെടുത്തിട്ട് പോലും 500 രൂപ അവർക്കും. തുടർന്ന് അവർക്കുള്ള ജോലിഭാരം കൂടുതലുണ്ട്, അതുൾപ്പെടെ പിന്നെ ചർച്ച ചെയ്യാം എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ധാരണയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സംയുക്ത ട്രേഡ് യൂണിയൻ എന്ന നിലയ്ക്ക് CITയും AITCയും INTCയും മാത്രമാണ് ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ആ ഡിമാൻഡ് നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന DLOയുടെ ചർച്ച നടന്നതും ഇന്നലെ RDOയുടെ ചർച്ച നടന്നതും. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഈ ചർച്ചയെ നടത്തി ഇതൊരു ധാരണയായെങ്കിൽ പോലും 12 മണിക്കൂർ നേരത്തെ നമ്മൾ 4 മണിക്കൂർ അധികം പണി ചെയ്യുന്ന പൈസ കൃത്യമായി കിട്ടണമെന്ന രീതിയിൽ ലേബറുമായി ബന്ധപ്പെട്ട് DLOയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഒരു റിപ്പോർട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് 3 മാസം കൃത്യമായി പരിഹരിച്ച് നിങ്ങൾക്ക് ശമ്പളം നിങ്ങൾ അക്കൗണ്ടിൽ തന്നതിൻ്റെ ലിസ്റ്റ് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ 3 മാസത്തിനകം അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ലേബർ കോടതിയിലേക്ക് അവർ കൊടുക്കും. ലീവും കാര്യങ്ങളും എല്ലാം അത് ആ നിയമാനുസൃതം അത് മേടിച്ചെടുക്കാനുള്ള പോരാട്ടം തുടർന്നും നമ്മൾ നടത്തും. ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും ഇത് എത്തിയിട്ടില്ലെങ്കിൽ പോലും ഒരു പൈസ കൂട്ടാൻ അവർ പറയുന്നത് സെക്യൂരിറ്റി ജീവനക്കാർ അവർക്ക് 12 മണിക്കൂറാണ്. ഒരുപാട് ബാങ്കുകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളും സ്വർണ്ണക്കടയും വേറെ ടൂറിസം ഉൾപ്പെടെ ഉള്ളത് അവർ ഇന്നലെ ഇവിടെ നിരത്തി. അവിടെ എല്ലാം സർക്കാർ അംഗീകരിക്കുന്ന ശമ്പളം ഇവിടെയും കൊടുക്കുന്നുണ്ട്. 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി 12 മണിക്കൂറാണ്. അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം നടത്തി. ജില്ലാ ലേബർ ഓഫീസർ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് നമുക്ക് അനുകൂലമാണ്. അത് നേരത്തെ നമുക്കറിയാം, നേരത്തെ അതേ കണക്കൊരെണ്ണം വന്നപ്പം യൂണിയന് ബന്ധപ്പെടാത്തതിൻ്റെ ഒരു അവസ്ഥയിൽ നിങ്ങളെ കൊണ്ട് ഒപ്പിടിയിച്ച് ആ പൈസ അവർ തിരിച്ചെടുക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നല്ലൊരു എമൗണ്ട്
ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ലേബർ കോടതിയിൽ പോയാൽ ഉൾപ്പെടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിൽ ഈ പറയുന്നതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും എല്ലാം ഒറ്റ സമരത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയത്തില്ല. ഘട്ടം ഘട്ടമായി നമുക്കറിയാം, ഇത്രയും കാലമായിട്ട് 49 രൂപയാണല്ലോ ഒരു മാസം കൂട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു മാസം നമ്മൾ 1600 1000 വന്നിട്ടുണ്ട്. തുടർന്നും യൂണിയൻ എന്ന നിലയ്ക്ക് ഈ 3 യൂണിയനും ശക്തമായ രീതിയിൽ ഇടപെടും. അതോടൊപ്പം തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റിനും ലേബർ കോടതിയിൽ പോകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ നമ്മൾ ഉറച്ച ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് തൊഴിലാളികളെല്ലാം സഹകരിച്ചു പോയേ പറ്റൂ. നമ്മൾ ഈ സമരം എന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ തന്നെ ADGP ഒരു കത്ത് ആദ്യം വായിച്ചിട്ടാണ് നമ്മൾ ചർച്ച തുടങ്ങിയത്. ഒരു കാരണവശാലും ടൂറിസത്തിൽ ഒരു മുടക്കം, പല സംസ്ഥാനത്തു നിന്നും വരുന്ന ടൂറിസ്റ്റുകളാണ്, അവർക്കൊരു തടസ്സം വരരുത്. അതുകൊണ്ടാണ് ഞാനും കൂടെ ഇതിൽ പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ ലേബർ കാര്യത്തിൽ RDO പങ്കെടുക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് ഇന്നലെ അവിടെ ചർച്ച തുടങ്ങുന്നത് തന്നെ. തുടർന്ന് നമുക്ക് ശക്തമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് യൂണിയൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി വാങ്ങിയെടുക്കുന്നതിന് നമ്മളെല്ലാം നിങ്ങളുടെ കൂടെ കാണും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി ആൾക്കാർ പറയും. സന്തോഷ് വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ തൃപ്തരല്ലാത്തൊരു വിഭാഗം ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാര്യം നമ്മൾ സാധാരണ കൂടുമ്പോൾ ഏതാണ്ട് ഒരു 10-40 പേര് ഒത്തുകൂടുന്നതാണ്. ഈ തൃപ്തി ഇല്ലാത്തവരൊരു കാര്യം മനസ്സിലാക്കണം, അവരിവിടുത്തെ സ്ഥിരം ജീവനക്കാരൊന്നുമല്ല. ഫോറമസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ 900 ജീവനക്കാരിൽ ഒരാളാണ് അവർ. അയാൾക്ക് 900 സെക്യൂരിറ്റിക്കാരുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആ സെക്യൂരിറ്റികൾ വർക്ക് ചെയ്യുന്നതിൽ 20 പേരെ അയാൾ ഇവിടെ നിയമിച്ചിരിക്കുന്നു. നാളെ ഈ നിയമിച്ചിരിക്കുന്നവരോട് കാസർഗോഡ് പോയി ജോലി ചെയ്യാൻ പറഞ്ഞാൽ മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യാമെന്ന് നമ്മൾ അതിൻ്റെ അടിയിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഫോറമസിന്റെ ജീവനക്കാർ അവിടെ ചെന്നപ്പോൾ അയാൾ ഒപ്പിടിപ്പിച്ചത് വായിച്ചു നോക്കിയിട്ടൊന്നുമല്ല നിങ്ങൾ ഒപ്പിടിപ്പിച്ചത്. നിങ്ങൾ അയാൾ പറഞ്ഞ പേജുകൾ അങ്ങോട്ട് മറിച്ച് തന്നപ്പോൾ ആ മറിച്ച് തന്നതിൻ്റെ അടിയിലെല്ലാം അങ്ങ് ഒപ്പിട്ട് കൊടുത്തിരിക്കുക. അയാളെ സംബന്ധിച്ച് സെക്യൂരിറ്റിക്ക് കേരളത്തിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ശമ്പളം തരണം. അത് നിങ്ങൾക്ക് തരുന്നുണ്ട്. കൃത്യമായി ഗവൺമെന്റ് തീരുമാനിച്ച പേ ആൻഡ് DA, അടിസ്ഥാന ശമ്പളവും DAയും നിങ്ങൾക്ക് തരുന്നുണ്ട്. ബോണസ് ഞങ്ങൾ സമരം ചെയ്ത് നിങ്ങൾക്ക് വേറെ മേടിച്ചു തരുന്നുണ്ട്. 5-10 കൊല്ലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പ് വൻ സമരം ചെയ്ത് നിങ്ങൾക്ക് ബോണസ് മേടിച്ചു തന്ന അത് ഫോറമസുകാരൻ്റെ നല്ല മേടിച്ചത് അഞ്ചൽ രാജീവ് എന്ന് പറയുന്ന ഗുരുചന്ദ്രിക കമ്പനിക്കാരനാണ് 12,000 രൂപ കയ്യിൽ നിന്നിട്ട് നിങ്ങൾക്ക് ബോണസ്. അത് ഞങ്ങൾ മേടിച്ചു തന്നതാണ്. നമ്മൾ സമരം ചെയ്ത്, ഞങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമരം ചെയ്ത് മേടിച്ചതാണ്. ഞങ്ങൾ കൂടെ ഒന്ന് തള്ളിത്തന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ വീണ്ടും പ്രശ്നമായപ്പോൾ നിങ്ങളാരും പറയാത്ത ഡിമാൻഡുകളാണ് നിങ്ങളെ പറഞ്ഞോ ഞങ്ങൾക്ക് ഇന്ന ഡിമാൻഡുകൾ വേണമെന്ന് ആരും പറഞ്ഞില്ല. ഞങ്ങൾ തൊഴിലാളികളുടെ നേതാക്കൾ എന്നുള്ള നിലയിൽ തൊഴിലാഫീസുമായി ബന്ധപ്പെട്ട് ഒരു തൊഴിലാളിക്ക് ഇന്ന ആനുകൂല്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ ആനുകൂല്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. 3 യൂണിയനും സംയുക്തമായിട്ട് എഴുതി കൊടുത്തു, ഒറ്റക്കെട്ടായിട്ട് എഴുതി കൊടുത്തു. മഹാഭാരതത്തിലൊരു കഥയുണ്ട്. ശ്രീകൃഷ്ണൻ കൗരവരുടെ സഭയിൽ ചെന്ന് പാതി രാജ്യം പാണ്ഡവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പാണ്ഡവർ പറഞ്ഞു ഒക്കൂല. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു അവർക്ക് 5 പേർക്കും കൂടെ 5 നാട് കൊട്, ഒക്കൂല. 5 പേർക്കും കൂടെ 5 വീട് കൊട്, ഒക്കൂല. 1 വീട് കൊട്, ഒക്കൂല എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞ അടിയിടാന്ന്. അങ്ങനെയാണ് ഭാരതയുദ്ധം ഉണ്ടായത്. അതായിരുന്നു ഇന്നലെ നടന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് ഡെയിലി 150 രൂപ വർദ്ധിക്കണമെന്നാണ്. ഏറ്റവും കുറഞ്ഞത് 150 രൂപ വർദ്ധിക്കും. ഇവിടെ വന്ന് ഓരോരുത്തരും ന്യായങ്ങൾ പറഞ്ഞിട്ടങ്ങ് പോകും. നിങ്ങളോട് ഈ നിരന്തരം ബന്ധപ്പെടുന്നവരാണ് ഞങ്ങൾ. ഈ പറയുന്നവർക്ക് അതെല്ലാം സത്യമെന്ന് നിങ്ങൾ കരുതിക്കരുത്. ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ ആവശ്യപ്പെട്ടത് 5000 രൂപ, 4500 രൂപ വർദ്ധിപ്പിക്കണം. ഒറ്റക്കെട്ടായിട്ട് നിന്നു. അപ്പോൾ ശ്രീകൃഷ്ണനോട് മറ്റവൻ പറഞ്ഞ പോലെ ഈ മാനേജ്മെന്റ് പറഞ്ഞു തരില്ല. ഞങ്ങൾ ഇച്ചിരിയും കൂടെ താഴോട്ട് വന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? ഏറ്റവും അവസാനം വന്നപ്പോൾ 1 പൈസയും തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി ഞങ്ങളിങ്ങനെ രാധാകൃഷ്ണനെ ഉൾപ്പെടെ ഉണ്ട്, ഞങ്ങൾ 4 പേരുണ്ട്, ഇറങ്ങി ആലോചിച്ചു നാളെ അടിയ തന്നെ, നാളെ സമരം തന്നെ, ഇനി മാറ്റമില്ല. RDOയോടും സർക്കിൾ ഇൻസ്പെക്ടറോടും ഞങ്ങൾ കയറി പറഞ്ഞു ഇനി ചർച്ചയൊന്നും വേണ്ട, നാളെ ഞങ്ങൾ സമരം ചെയ്യുക. അപ്പോൾ അവരിച്ചിരി മേലോട്ട് വന്നു. അവർക്കറിയാം ഈ സ്ഥാപനം പൂട്ടിപ്പോയാലുള്ള കുഴപ്പം.
അതുകൊണ്ട് അവർ മേലോട്ട് വന്നു. അവർ തുടങ്ങിയത് ഇവക്ക് പറഞ്ഞ കൂട്ടിയിട്ട് അപ്പോ ആരാണെന്ന് പേര് ഞാൻ പറയുന്നില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ആള് പറഞ്ഞു ഞാൻ നാളെ ഇത് പൂട്ടുന്നു. അപ്പൊ അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞു നിനക്കിത് പൂട്ടാൻ അധികാരമില്ല. ഇതിന്റെ പുറകിൽ കോടികൾ മുടക്കിയ പാവങ്ങളുണ്ട്. ആ പാവങ്ങളാണ് പറയേണ്ടുന്നത് പൂട്ടണോ വേണ്ടതെന്ന്, അല്ലാതെ ഇയാൾ ഒറ്റയ്ക്ക് പറയണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി പിടിച്ചുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ആ ആഫീസിൽ നടന്നു. അങ്ങനെ അവിടെ നിന്ന് ആണുങ്ങൾക്ക് 1000 പെണ്ണുങ്ങൾക്ക് 750 രൂപ എന്ന നിലയിൽ അവസാനം RDOയുടെ ഒരു മധ്യസ്ഥ പറയുകയും അത് ഒക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുകയും ഇതൊക്കെ കേട്ടോണ്ടിരുന്ന പല യൂണിയനുകളും ഉണ്ട്. ഒരക്ഷരം മിണ്ടാതെ. അത് വേറെ അവര് പറയുന്നത് സ്വർഗരാജ്യം നിങ്ങൾക്ക് വേണ്ടി നേടിത്തന്നിട്ടുള്ളത് ഞങ്ങളാണ്. ആയിക്കോ, ആ സ്വർഗരാജ്യത്തിലോട്ട് പോകുമ്പോൾ അറിയാം അതിനകത്ത് കിടക്കുന്നത് മഹാനരകമാണെന്ന്. അപ്പോ അവസാനം ഉണ്ടായ ഒരു ധാരണയാണ് ഇപ്പൊ സന്തോഷ് പറഞ്ഞത്. 1600 രൂപ പുരുഷന്മാർക്ക്, അവര് 4 മണിക്കൂർ അധികം വർക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ 2 മണിക്കൂറേ വർക്ക് ചെയ്യുന്നുള്ളൂ അധികം. അവിടെ 1000 എത്തി. അപ്പോഴും പുരുഷന്മാർക്ക് നഷ്ടമാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് 1000 കൊടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും കുറഞ്ഞത് 2000 കിട്ടണം. അതും ഞങ്ങൾ വാദിച്ചു നോക്കി. അപ്പോൾ ഇത് നടക്കില്ല, ഇത് വീണ്ടും തെറ്റിപ്പിരിയുമെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറും അവിടുത്തെ RDO ഒന്നാമത് നമ്മുടെ നാട്ടുകാരൻ കൂടിയായ സുരേഷ് സാറും ഈ കാര്യത്തിൽ ഇടപെട്ട് പലതവണ ഞങ്ങളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ധാരണ എത്തി. അല്ലാതെ തീരുമാനമെത്തിയില്ല. സന്തോഷം പറഞ്ഞ ഞങ്ങൾക്ക് ധാരണ എത്തി. നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ധാരണ നടപ്പാക്കണോ സമരം ചെയ്യണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. 1 മാസം സമരം ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഇപ്പൊ സമരം, ഒരു മാറ്റവും ഇല്ല. ചിലപ്പോൾ ഇത് പൂട്ടിയിട്ടാൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി ഇരിക്കാൻ, നിങ്ങൾക്ക് മനസമാധാനത്തോടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഞങ്ങൾ 3 പേരും കൂടാണ് ഇത് പൂട്ടിയെന്നാണ് പറയുന്നത്. നേടാവുന്നതൊക്കെ നേടിത്തരും. ഇത് തുടക്കമോ, ഇതിന്റെ ബാക്കി ഇനി വേറെ ഉണ്ട്. ഇനിയും ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ നിങ്ങളുടെ ഫെസ്റ്റിവൽ അലവൻസ് അതുപോലെയുള്ള ബാക്കി കാര്യങ്ങൾ ലേബർ ഓഫീസിൽ നമ്മൾ ചർച്ച ചെയ്യും. ഇതൊന്നും അവിടെ ചർച്ച ചെയ്യാൻ ഒക്കില്ല. ഇതിപ്പോൾ ഒരു സമരം തീർക്കാൻ വേണ്ടി പ്രാഥമികമായ ഒരു ചർച്ച നടത്തി എന്നുള്ളതേ ഉള്ളൂ. ഇത് ചിലർക്ക് ഞങ്ങൾ വന്നപ്പോൾ മനസ്സിലായത് ചിലർക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല എന്നാണ്. ഞങ്ങൾക്കും തൃപ്തിയായിട്ടില്ല. ഉള്ള കാര്യം പറയല്ലോ, ഞങ്ങളിത് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയല്ല. ഇതിൽ 1 പൈസ വർദ്ധിച്ചാൽ വിമലിനോ സന്തോഷിനോ റിയാസിനോ രാധാകൃഷ്ണനോ അല്ല നിങ്ങൾക്കാണ്. അല്ലാതെ നിങ്ങളെ ആ 1 പൈസ കൂടി ഇഞ്ഞിതാണ്. ഞങ്ങൾക്ക് 1600 രൂപ കൂടിയുടെ ആ പൈസ ഞങ്ങളാ കൂട്ടി തന്നെ ഇഞ്ഞിതാ എന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളെ കൊച്ചുങ്ങൾക്ക് അരിവടിക്കാൻ വേണ്ടി അത്രയും കൂട്ടിയത്. ഇത് വളരെ യഥാർത്ഥത്തിൽ മാനസികമായി ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നു. 2-3 ദിവസം കൊണ്ട് ഞങ്ങളെല്ലാവരും സമരം അങ്ങ് തുടങ്ങി. നിങ്ങളെയൊക്കെ ഇവിടുന്ന് മാറ്റി നിങ്ങൾ ഈ പറയുന്ന തിരുവനന്തപുരത്ത് VSSലോ സെന്റ് തോമസിന്റെ മുമ്പിലോ ഏതെങ്കിലും ATMന്റെ മുമ്പിലോ ഒക്കെ പോയി നിൽക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ സ്ഥിതി എന്താവുമെന്ന് നിങ്ങളൊന്ന് കരുതണം. അവർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു, ഒക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇവിടുത്തെ ഒരു തൊഴിലാളിയെയും എങ്ങോട്ടും മാറ്റാൻ ഈ പ്രസ്ഥാനം ഉള്ളിടത്തോളം കാലം സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതൊക്കെ ഞങ്ങളുടെ ചട്ടമ്പിത്തരത്തിലെ ന്യായങ്ങളാണ്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ബലത്തിന്റെ ന്യായങ്ങളിലാണ്. നിയമം പറഞ്ഞാൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ഗരുഡയ്ക്ക് മാത്രമേ ഉള്ളൂ ഇതിലൊരു ആയുസ്. കാരണം ഗരുഡയ്ക്ക് ശാഖയില്ല. ഗരുഡയ്ക്ക് ആകെ ഉള്ള ശാഖ മേലൂപ്പാറയാണ്. നിങ്ങളെ മാറ്റിയാൽ മേലൂപ്പാറയുന്നത് മാറ്റിയാൽ മേലോട്ടോ താഴോട്ടോ മാറ്റാൻ നോക്കും. ഫോറമസിന്റെ സ്ഥിതി അതല്ല. കരുതിക്കൊണ്ണം 900 ജീവനക്കാരുണ്ട്. അയാൾക്ക് 900 ഈ കേരളത്തിന്റെ മലമേഖലകളിൽ അവർ നിൽക്കുക. കഴിഞ്ഞ സമരം ചെയ്തപ്പോൾ ഉള്ള സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. വന്നില്ലേ അവരെ 5 പേര് പറന്നിഞ്ഞു വന്ന്. കാരണം നിങ്ങൾ സമരം ചെയ്താൽ അവര് നിൽക്കും. അപ്പൊ ഞാനും സന്തോഷും റിയാസും കൂടെ ചെന്ന് അവനെ ഉടുപ്പിന് പിടിച്ചാ വെളിയിലിറക്കിയത് നിങ്ങൾ കണ്ടതാ. അന്തസ്സായിട്ടപ്പോ അവര് ക്ഷമ ചോദിച്ച് അതിന്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഇവിടെ സമരം നടക്കുക, സമരം തീരുമ്പോൾ നമുക്ക് ആലോചിക്കാം, ഇപ്പൊ ഇറങ്ങുമെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട. അതിനൊക്കെയുള്ള ചങ്കറപ്പുള്ള പ്രസ്ഥാനമാണ് ഞങ്ങള്. അതുകൊണ്ട് വല്ലവനും വല്ലതും പറയുന്നത് കേട്ടോണ്ട് നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാം, അതിലൊന്നും നമുക്ക് വിഷമമൊന്നുമില്ല. ആ തീരുമാനം നിങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം, വല്ലവന്റെയും വാക്ക് കേട്ടോണ്ടായിരിക്കരുത്. ഇതിപ്പോ എനിക്കത് സങ്കടം വന്നത്, സാധാരണ നമ്മൾ വരുമ്പോൾ 10-45 തൊഴിലാളികളുണ്ട് ഇവിടെ. ഇതിൽ ഒരു വിഭാഗം തൊഴിലാളികളില്ല. അവര് മനസ്സിലാക്കണം, നാളെ അതിലൊരുത്തന്നെ ട്രാൻസ്ഫർ ചെയ്താൽ ഞങ്ങളുണ്ടാവില്ല. നാളെ ഈ ഫോറമസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനക്കാരൻ അവനോട് പോയി കാസർഗോഡ് നിൽക്കാൻ പറഞ്ഞാൽ പോയി നിൽക്കണ്ട എന്ന് ഞങ്ങൾ പറയത്തില്ല. കാരണം ഞങ്ങളെ നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. പിന്നെന്തിനാ ഞങ്ങൾ പറയുന്നത്?
അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ധാരണയാണ് ഉണ്ടായത്. അത് ഞാൻ നിങ്ങളോട് പറയുന്നത്, എനിക്ക് വന്നവർക്കെങ്കിലും അത് അംഗീകരിക്കാമെങ്കിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കുക. അതല്ല നിങ്ങൾ പറയുക പോരാ സാറേ ഇത് പോരാ എന്ന് പറയുകയാണെങ്കിൽ ഒപ്പുമില്ല, ഒന്നുമില്ല, അല്ലേ? അവിടെ നിർത്തി നമുക്ക് സമരം ചെയ്യാം. നാളെ തൊട്ട് അന്തസ്സായിട്ട് സമരം ചെയ്യാം. ഇപ്പോൾ RDO 10 മണി കഴിഞ്ഞ RDO അയാൾ വീട്ടിലായാലും ഞങ്ങൾക്ക് വിളിച്ചു പറയാം, സാറേ ധാരണ തൊഴിലാളികൾ അംഗീകരിക്കാത്തതുകൊണ്ട് സമരമാണ് എന്ന് വേണേലും പറയാം. ഞങ്ങൾക്ക് അതിലൊരു വിഷമമില്ല, ചെയ്തോളണം. അവിടെ പിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അല്ലേ? കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് നമുക്ക് നഷ്ടപ്പെടാൻ കൈവിലങ്ങുകൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കൂലിയാണ്, ജോലിയും കൂലിയോ. പറഞ്ഞത് എനിക്കിവിടെ നിന്ന് കോരോ ഇങ്ങനെ കാച്ചിട്ട് അങ്ങ് വീട്ടിൽ പോവാം. പക്ഷേ നിങ്ങൾക്ക് ജോലി ചെയ്തേ കൂലി കിട്ടൂ. ജോലി ചെയ്ത് സ്റ്റെപ്പായി കൂലി ഉയർത്തി നിങ്ങളുടെയൊക്കെ മനസ്സിലിരിക്കുന്ന കൂലി ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്, ചെയ്യും. അതുകൊണ്ട് ഇത് അംഗീകരിക്കുന്നെങ്കിൽ നിങ്ങൾ പറയുക, ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കുക. അംഗീകരിക്കുന്നില്ലെങ്കിലും അത് നിങ്ങൾക്ക് പറയാം. അത്രേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. ഏറെ പ്രിയങ്കരായ ബഹുമാനരായ നേതാക്കളെ, പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, 3 മാസമായി നടക്കുന്ന നിരന്തരമായ ഒരു പോരാട്ടത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ നേതാക്കന്മാർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ നമ്മൾ വരച്ചു കാട്ടിയത്. 3 മാസമായി ഈ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ലേബർ ഓഫീസിലും ബന്ധപ്പെട്ട ഓഫീസുകളിലും നേതാക്കന്മാർക്കെല്ലാം നിരന്തരമായി യൂണിയൻ നിലയിൽ ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെയാണ് അതിന്റെ ഒരു അന്തിമ ഒരു ചർച്ച നടന്നത്, അത് ധാരണയായത്. ബഹുൽ സാർ പറഞ്ഞ പോലെ കഴിഞ്ഞ ലേബർ ചർച്ച നടന്നപ്പോൾ ഈ ഫോർമസിന്റെ കമ്പനിയുടെ ബന്ധപ്പെട്ട MD വന്ന് പറഞ്ഞു, അവരെ ജീവനക്കാരെ എവിടെ വേണമെങ്കിലും സ്ഥലം മാറ്റാൻ അവർക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 3 യൂണിയനും വളരെ ശക്തമായി എതിർക്കുകയും ഇവിടെയുള്ള ഒരു ജീവനക്കാരനെ സ്ഥലം മാറ്റുവാൻ അനുവദിക്കില്ല നിലപാടെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവസാനം ഗത്യന്തരമില്ലാതെ അയാൾ അംഗീകരിച്ചിട്ട് അവിടെ ഇറങ്ങിപ്പോവുകയുണ്ടായത്. അപ്പോൾ ഈ സമരം പൊളിക്കുവാനായി ഇങ്ങനെയുള്ള ഫോറം കമ്പനിയുടെ ജീവനക്കാരന്റെ സ്ഥലം മാറ്റുവാൻ പോലും അവർ തയ്യാറായിരുന്നു. യൂണിയന്റെ ഇടപെടൽ കൊണ്ടാണ് അത് ഇല്ലാതായത്. അത് എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയങ്ങളല്ല. ഈ സ്ഥാപനം തുടങ്ങി 3-4 വർഷത്തോളം ഒരു ശമ്പള വർധനയും ഇല്ലാതെ, ഒരു ബോണസും ഇല്ലാതെ നിങ്ങൾ ഇവിടെ ജോലി ചെയ്തു. ഇവിടെ യൂണിയൻ ആയതിനു ശേഷമാണ് ഇവിടെ നിങ്ങൾക്ക് ബോണസ് കിട്ടിയത്. ഇപ്പൊ 2 തവണ നിങ്ങൾക്ക് ബോണസ് കിട്ടിയുള്ളൂ. കഴിഞ്ഞ തവണ നിങ്ങളെ 1 വർഷം മുമ്പ് നിങ്ങൾ ശമ്പളം കൂട്ടി. അതിനു മുമ്പ് നിങ്ങൾക്ക് 8,500 രൂപയോളം ശമ്പളം ഉണ്ടായിരുന്നത്. അപ്പോൾ ശമ്പളം കൂട്ടി മിനിമം ബേസിലേക്ക് കൊണ്ടുവന്നപ്പോൾ 2,500, ഒരു 3,000 രൂപയോളം നിങ്ങൾക്ക് വർദ്ധിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ വർധന കൂടെ വരുമ്പോൾ വീണ്ടും ശമ്പളം കൂടുകയാണ്. അപ്പോൾ ഇതെല്ലാം പടിപടിയായി മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ. ഇതിൽ നിങ്ങളെപ്പോലെ തന്നെ നമ്മളും പൂർണ്ണമായ സംതൃപ്തരൊന്നുമല്ല. പക്ഷേ ഒരു സമരം ഒഴിവാക്കുവാൻ, ഈ സ്ഥാപനത്തിന് സുഖമായി നടത്തി പുറപ്പ് വരുത്തുവാൻ, നിങ്ങൾക്ക് മെച്ചപ്പെട്ട കൂലിയും ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ നമ്മളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതാണ്. ഇതുപോലെ ഇനിയും പടിപടിയായി ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ ലേബർ ഓഫീസർ നിങ്ങളെല്ലാം മൊഴിയൊക്കെ രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. അതിന്റെ നടപടികളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ലീവും ഫെസ്റ്റിവൽ അലവൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ തീരുമാനമാകും. അങ്ങനെ പടിപടിയായി നിങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം, ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചിന്തിച്ച് സഹപ്രവർത്തകരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു തീരുമാനത്തിലെത്തുവാൻ. ഇപ്പോൾ നിങ്ങൾക്ക് നമുക്ക് തന്നെ അറിയാം, 12 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പൂർണ്ണമായി ഒരു 1,600 രൂപ എന്ന് പറയുന്നത് വലിയൊരു ശമ്പള വർധനമൊന്നുമല്ല. പക്ഷേ മാനേജ്മെന്റിന്റെ ഉറച്ചൊരു നിലപാടിലായിരുന്നു അവർ. ഇത് ഒരു കാരണവശാലും 1 രൂപ പോലും അവർ ശമ്പളം കൂട്ടില്ല നിലപാടായിരുന്നു. അതിന് RDOയുടെ ഒരു മധ്യസ്ഥയിലാണ് RDO ഒരു എമൗണ്ട് പറയുകയും പിന്നെ അതിനെ തുടർന്ന് ചർച്ചയിൽ അത് വർദ്ധിപ്പിച്ചാണ് ഇപ്പോൾ ഈ നിലയിലേക്ക് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി ആളുകളെ പറഞ്ഞ് ബോധവാന്മാരായിക്കൊണ്ട് വേണം കാര്യങ്ങൾ ചിന്തിക്കുവാൻ. ഇന്നലെ ഈ സമരം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ വേറൊരു കൂട്ടർ പറയുന്നു അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു. നമ്മളെല്ലാം ചർച്ചയ്ക്ക് പോയി. ഈ രാണ സാറ് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. 2 വട്ടം ഈ പറയുന്ന ആളുകൾ തുറന്നത് കോർട്ടോ ഇടാനാണ്. ഒരു അക്ഷരം അവർ മിണ്ടിയില്ല. അവര് ഒരാളെ ശമ്പളം ഇന്നത് കൂട്ടണമെന്നോ അങ്ങനെ ചെയ്യണോ അങ്ങനെ ഒന്നും ഒരാരും പറഞ്ഞ് ഞങ്ങൾ ആരും കേട്ടില്ല. അവരോട് നമ്മൾ 3 യൂണിയനുകളാണ് അതിന്റെ നിലപാടെടുത്തതും സംസാരിച്ചതും തർക്കിച്ചതും ഇതെല്ലാം. നമ്മൾ ഓരോ ഘട്ടത്തിലും ഇവിടെ വന്ന് നിങ്ങളെ കൂട്ടി ഇതുപോലെ നിങ്ങൾ അനുവാദം വാങ്ങിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. സമരം പ്രഖ്യാപിച്ചിട്ട് തലേന്നും ഇവിടെ വന്ന് സംസാരിച്ചു. അതുപോലെ നമ്മൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരും ചോദിച്ചു. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓരോരുത്തരെയും നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾ ആവശ്യം മനസ്സിലാക്കി അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഡിമാൻഡ് നോട്ടീസ് കൊടുത്തത്. അപ്പോൾ നിങ്ങളുമായിട്ടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ വന്ന് നിങ്ങളുമായിട്ട് ഈ ഒരു ആശയവിനിമയം നടത്തുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം 15-ാം തീയതി ഞങ്ങൾ വന്ന് സംസാരിച്ചു. 16-ാം തീയതി നമ്മൾ സമരത്തിലേക്ക് പോവുകയാണ്. 14-ാം തീയതി സമരത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഓക്കെ, നമ്മൾ അംഗീകരിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തുണ്ടെങ്കിലും നമ്മളോട് തുറന്നു പറയാനുള്ള അധികാര ആവശ്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി യൂണിയനുമായിട്ട് സഹകരിച്ച്
ശക്തമായ നിലപാട് മുന്നോട്ട് പോകണം. നിങ്ങൾ എല്ലാ ആനുകൂല്യങ്ങളും തുടർന്ന് നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. അത് ഉണ്ടാവുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഒപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഇതിന്റെ ഈ ആദ്യഘട്ടമാണ്. ഞാനീ പറഞ്ഞ മനോസങ്കടങ്ങളെല്ലാം സഹിച്ച് പഴയകാല കമ്മ്യൂണിസ്റ്റുകാരെ പോലെ പട്ടിണി കിടന്നും ദുരിതം അനുഭവിച്ചും നമുക്ക് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഇതുകൊണ്ട് തികയുന്നില്ല എന്ന് ആഗ്രഹം എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾക്കതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ അനുഭവിക്കേണ്ടി വരുന്നത് എപ്പോഴും തൊഴിലാളികളായിരിക്കും. നമുക്കിത് കൂട്ടാം, അതിനുള്ള ധൈര്യം നമുക്കുണ്ടല്ലേ. നമ്മളിത് പടിപടിയായി കൂട്ടാം. പക്ഷെ ഇപ്പൊ നിയമപരമായ ശമ്പളമാണ് നമുക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കണം. സ്കെയില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാ, ആയുധമില്ലാത്ത സെക്യൂരിറ്റിയുടെ ശമ്പള സ്കെയിലാണ് നിങ്ങൾക്ക് തരുന്നത്. ആയുധം വെച്ച് തോക്ക് പിടിച്ച് നിൽക്കുന്നവർക്ക് വേറൊരു സ്കെയിലും, ആയുധമില്ലാത്ത സെക്യൂരിറ്റിയുടെ സ്കെയില് സർക്കാർ പ്രഖ്യാപിച്ചത് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. അതിനകത്ത് ഒരു മാറ്റവും. പിന്നെ അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ വർധനവിലേക്ക് ഓവർ ടൈം, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഓവർ ടൈമാണ് ഈ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഷോപ്പിൽ എത്ര പേരുണ്ട്? അതെല്ലാം എല്ലാവർക്കും ഇത് കൗണ്ടറിന് ഒന്നുമില്ല. നമ്മുടെ ഈ 5 ഏജൻസി ഉണ്ട്. 5 ഏജൻസിയുടെ കീഴിലുള്ള സ്റ്റാഫുകൾക്ക് എല്ലാം ഈ വ്യത്യാസം വരും. 5 ഏജൻസി ഗരുഡ അടിസ്ഥാന ശമ്പളമാണ്. ഗരുഡ അടിസ്ഥാന ശമ്പളമാണ്. അപ്പൊ അതൊക്കെ കാര്യങ്ങളത് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം. നമുക്ക് അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങളുടെ ശക്തി. അല്ല, നിങ്ങളിങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് വരുന്നത്. അല്ലാതെ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും. തൊഴിലാളികളുടെ നേതൃത്വം കഴിഞ്ഞ ദിവസം ഉണ്ടായ ചർച്ചയുടെ വിശദാംശങ്ങൾ തൊഴിലാളികളുമായി പങ്കുവച്ചിരിക്കുകയാണ്. ധാരണയാണ് അഗ്രിമെന്റ് തരത്തിലേക്ക് പോയിട്ടില്ല. എന്നാൽ ഒരു വിഭാഗം തൊഴിലാളികൾ അവരുടെ ഈ ഒരു തീരുമാനത്തിൽ ചടയമംഗലം ജഡായു ടൂറിസത്തിലെ കഴിഞ്ഞ ദിവസങ്ങളായി ശമ്പള പരിഷ്കരണം, പിന്നെ അതുപോലെ തന്നെ അവരുടെ അധിക ഡ്യൂട്ടിക്കുള്ള വേതനം, അതുപോലെ അവരുടെ വിശ്രമ സമയം, അതുപോലെ തന്നെ അവരുടെ ഫെസ്റ്റിവൽ അലവൻസ്, ഇത്തരം കുറേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത സമരസമിതി ജഡായു മാനേജ്മെൻറ്റിന് ഡിമാൻഡ് നോട്ടീസ് നൽകുകയും അത് 2-3 ചർച്ചകൾ നടക്കുകയും ആ ചർച്ചയുടെ അവസാനം പരിഹാരം എത്താതെ വന്നപ്പോൾ അത് സമരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു രീതിയിലെത്തുകയും ഞങ്ങളടക്കമുള്ളവർ ഇന്നു മുതൽ അവർ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വാർത്ത ചെയ്യുകയും ചെയ്തതാണ്. എന്നാൽ ഇന്നലെ നടന്ന ചർച്ചയിൽ ചില ധാരണകൾ വന്നിട്ടുണ്ട്. തീരുമാനമായിട്ടില്ല, ചില ധാരണകൾ വന്നിട്ടുണ്ട്. ആ ധാരണയുടെ വിവരങ്ങൾ ഇവിടുത്തെ തൊഴിലാളികളോട് ഇവിടെ സംയുക്ത സമിതിയുടെ നേതാക്കന്മാർ വിശദീകരിച്ചതിന് തത്സമയമാണ് കണ്ടത്, നമ്മൾ സംപ്രേഷണം ചെയ്തത്. ഇനി തൊഴിലാളികളുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ ധാരണയിൽ തീരുമാനത്തിൽ ഒപ്പിടൂ എന്നാണ് ഇവിടുത്തെ നിൽക്കുന്ന യൂണിയൻ്റെ നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തീർച്ചയായും ഒരു ശാശ്വത പരിഹാരം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അവർ ആദ്യം തന്നെ ഇതിനകത്ത് ഏകദേശം അവർ തന്നെ യൂണിയൻ നേതാക്കന്മാർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഏകദേശം 40-50 തൊഴിലാളികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരു വിഭാഗം വിട്ടുനിൽക്കുന്നതും ഒരു ദയനീയമായ കാഴ്ചയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. എന്നാൽ തന്നെയും അവർ വിട്ടുനിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തുച്ഛമായ തൊഴിലാളികൾ മാത്രമാണ് ഇവരുടെ ഈ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് പേർ പങ്കെടുക്കാനുണ്ട്. അതുകൊണ്ട് അവരുടെ തീരുമാനത്തിന് ശേഷം ഈ ധാരണാപത്രം എന്ന നിലയിലുള്ള കാര്യങ്ങളിൽ ഒപ്പിടാം എന്നാണ് ഇവിടുത്തെ നേതാക്കന്മാർ അറിയിച്ചത്. എന്തായാലും അവർക്ക് തീരുമാനം എന്തെങ്കിലും ഉണ്ടാകുമോ ഇല്ലെന്ന് നമുക്ക് ഇത് വീഡിയോയിൽ ഒരു ഇപ്പോൾ മീഡിയ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തൊഴിലാളികളുമായിട്ട് നമ്മുടെ സംയുക്ത സമര നേതാക്കന്മാർ സംസാരിക്കുകയാണ്. എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞത് ഒരു ഏകദേശം നമുക്കൊന്ന് ആശ്വസിക്കാൻ കഴിയും. കാരണം 1600 രൂപ എന്ന് പറയുന്നത് ഒരു അവരുടെ ഡ്യൂട്ടി, അതായത് ആകെ അവർക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 8 മണിക്കൂർ ഡ്യൂട്ടിയിൽ അവർ 12, 13, 14 മണിക്കൂർ അവർ ജോലി ചെയ്യേണ്ട സാഹചര്യം ഇവിടെ സംജാതമായിട്ടുണ്ട്. കാരണം ഈ വെക്കേഷൻ നമ്മുടെ
ക്രിസ്തുമസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് 6000 പേർ കപ്പാസിറ്റി പറയുന്ന സ്ഥലത്ത് 20,000 പേർ 25,000 പേർ ഇവിടെ വന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അധിക സമയം അവർ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ചടയമംഗലത്തിൻ്റെ മനോഹാരിതയെ ഒപ്പിയെടുക്കുന്ന ഒരു മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ജഡായു എന്നുള്ളത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെന്നെത്തി കഴിയുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ ആ വലിയൊരു സംഭവത്തെ തൊഴിലാളികളായാലും മാനേജ്മെൻ്റ് ആയാലും അത് തകർത്തെറിയുന്നത് ശരിയായ അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല എന്നുകൂടിയുള്ളതാണ് നമുക്ക് ഇതിൽ പറയേണ്ടി വരുന്നത്. എന്തായാലും നേതാക്കന്മാർ സംസാരിച്ചതിന് ശേഷം വീണ്ടും അവർക്ക് തീരുമാനമുണ്ടാകും. ആ തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും നമ്മൾ ഇനിയും മറ്റു കാര്യങ്ങൾ സമരപരിപാടികളുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയും. എന്തായാലും അവർ നേതാക്കന്മാർ തൊഴിലാളികളുമായി സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ മാധ്യമങ്ങളെ അവരെന്തായാലും തൽക്കാലം ഒന്ന് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം നമ്മളോട് അവർ ആ വിവരങ്ങൾ അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കണം, ഇതുപോലെ ഒരു ചടയമംഗലം പോലുള്ള ഒരു ചെറിയ ഗ്രാമം എന്ന് നമുക്ക് പറയാം. കാരണം ചടയമംഗലത്തിൻ്റെ ഒരു മീഡിയ ഒഴിവാക്കി ചടയമംഗലത്തിൻ്റെ എല്ലാ ഭംഗിയും ഒപ്പിയെടുക്കുന്ന വളരെ മഹത്തരമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ജഡായു. അത് ഒരു തരത്തിലും അത് തകർന്നു പോകരുത് എന്നാണ് സാക്ഷി ടിവിയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പരിഹരിച്ച് അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആശംസിക്കുന്നത്. എന്തായാലും ശുഭകരം എന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അപൂർണതകളിൽ നിന്നുള്ള ചില ധാരണകൾ എത്തിയിട്ടുണ്ട്. അത് തൊഴിലാളികൾ അതിന് തയ്യാറാണോ സമ്മതമാണോ എന്നുള്ളത് നമുക്കൊരു അല്പസമയത്തിനറിയാം. ഇവിടെ സംയുക്ത സമരസമിതിയും നേതാക്കന്മാരും ഇവിടെ കൂടിയിരിക്കുന്ന തൊഴിലാളികളുമായിട്ട് ഇന്നലെ നടന്ന ചർച്ചകളെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ തീരുമാനം അവർ ഇപ്പോൾ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാർ പറയുന്നത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. ഒറ്റയടിക്ക് അത് പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്നുള്ള തരത്തിലാണ്. അത് പൂർണ്ണമായി സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ഞങ്ങൾ സമരത്തിന് നിങ്ങൾക്ക് പിന്തുണ നൽകാം. പക്ഷേ ഇപ്പോൾ ഘട്ടമായി നമുക്ക് പലതും, കാരണം 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ബോണസോ അല്ലെങ്കിൽ മറ്റ് ഒന്നുമില്ലായിരുന്നത് അവർ ഇടപെട്ടാണ് നേടിക്കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഘട്ടമായി ഇത് യൂണിയൻ നേതാക്കന്മാർ ഇടപെട്ട് അവരുടെ വേതന വിഹിതം കൂട്ടിക്കൊടുക്കാം. അതോടൊപ്പം തന്നെ അവർക്കുള്ള ഫെസ്റ്റിവൽ അനൗൺസ്, ലീവിൻ്റെ കാര്യങ്ങളിൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ലീവ് അസാധ്യമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ ലീവിൻ്റെ ലീവെടുക്കാൻ, അവധിയെടുക്കാനുള്ള അവകാശം ഇതെല്ലാം അവർ ഘട്ടമായി ചെയ്തു കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം നമുക്ക് ഏതായാലും ഒരല്പസമയത്തിനകം അറിയാൻ കഴിയും. ആ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇപ്പോൾ യൂണിയൻ നേതാക്കന്മാർ വീണ്ടും മീഡിയയ്ക്ക് അനുവാദം തരികയാണ്. നമുക്ക് അവിടേക്ക് എത്താം. അങ്ങനെ അവിടെ ആലോചിച്ച് ഉച്ചയ്ക്ക് മുമ്പ് പറഞ്ഞാൽ മതി. പ്രശ്നം ഇപ്പോൾ അന്തിമമായി തീരുമാനം വന്നിരിക്കുന്നത് അവർ കൂട്ടായിട്ട്, അതായത് ജീവനക്കാർ കൂട്ടായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം ഉച്ചയ്ക്ക് മുമ്പ് സംയുക്ത സമരസമിതി നേതാക്കന്മാരെ അറിയിക്കും. അതിനുശേഷം ആയിരിക്കും ഇനി നാളെ മുതൽ ഇവിടെ ജഡായുവിൽ സമരം വേണമോ വേണ്ടയോ, അതോ ഈ പറഞ്ഞ ഇപ്പോൾ അംഗീകരിക്കുന്ന തീരുമാനങ്ങൾ തത്വത്തിൽ അംഗീകരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഉച്ചയ്ക്കറിയാം എന്നാണ് പറയുന്നത്. തീർച്ചയായും നമ്മളും മീഡിയയും പ്രതീക്ഷിക്കുന്നു, ശശി ടിവിയും പ്രതീക്ഷിക്കുന്നു, ഉച്ചയ്ക്ക് മുമ്പ് ശുഭകരമായൊരു വാർത്തയായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തൽക്കാലം അവർ ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കാനാണ്
നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അപ്രകാരം അവർ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത നിമിഷങ്ങൾ, ഇനി വരാൻ പോകുന്ന കുറച്ച് സമയങ്ങൾക്കകം നമുക്ക് അവർ തൊഴിലാളികൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ട് ആ തീരുമാനം യൂണിയൻ നേതാക്കന്മാരെ അറിയിക്കും. അത് സംയുക്ത സമര സമിതിയുടെ നേതാക്കന്മാർ ശ്രീ സന്തോഷ്, അതുപോലെ തന്നെ റിയാസ്, ശ്രീ വിമൽ സാറ്, രാധാകൃഷ്ണൻ സാറ്, സഞ്ജു രാജൻ അടക്കമുള്ള നേതാക്കന്മാർ ഈ തത്സമയത്ത് ഇവിടെ ഉണ്ട്. എന്തായാലും അവർ തൊഴിലാളികളുമായി സംസാരിച്ചിട്ട് അവരുടെ തീരുമാനം ഉച്ചയ്ക്ക് അവർ അറിയിക്കും എന്നാണ് പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം തീർച്ചയായും ശുഭകരമായ ഒരു വാർത്തയായിരിക്കാം എന്ന് നമുക്ക് തന്നെ പ്രതീക്ഷിക്കാം. ഇതൊരു കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജഡായു ടൂറിസം എന്ന് പറയുന്നത് ചെറുതായി കാണാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല. ഇവിടെ സീസൺ എന്ന് പറയാനില്ല. എപ്പോഴും ഏത് കാലാവസ്ഥയിലും ഇവിടെ സന്ദർശകർ വന്നു പോവുകയും വളരെയധികം തിരക്കും ഉള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ലോകത്തിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഇവിടെ ജഡായു ടൂറിസത്തിലെ സവിശേഷത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും യാതൊരു തടസ്സങ്ങളും സൃഷ്ടിച്ച് ഇത് ഒരു തരത്തിലുള്ള സമരങ്ങളിലൂടെയും ഇത് തകർന്നു പോകാതെ ചടയമംഗലത്തിൻ്റെ മണ്ണിൽ ഇത് തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ തത്സമയ സംരക്ഷണത്തിൽ നിന്ന് ഞങ്ങൾ വിടവാങ്ങുന്നു. സാക്ഷി TV ഒരു ശുഭകരമായ ദിവസം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജഡായു ടൂറിസത്തിൽ നിന്ന് ഈ തത്സമയം നിങ്ങളിലേക്ക് എത്തിച്ചത് സാക്ഷി TVക്ക് വേണ്ടി രാജ്മോഹനും അതോടൊപ്പം തന്നെ രത്നകുമാറും. നന്ദി, നമസ്കാരം. ആര്